എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഏതാണ്ട് എല്ലാ റിസൾട്ടും തന്നെ റെഗുലർ, സപ്ലിമെൻ്ററി, ഇംപ്രൂവ്മെൻറ്റ്, പിന്നെ SDE വിദൂര വിഭാഗം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗം വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള ഏകദേശം എല്ലാ റിസൾട്ടുകളും ഇന്നലെയോടെ തന്നെ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട റിസൾട്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട്. അത് റെഗുലർ വിഭാഗത്തിൻ്റെ ആയാലും സപ്ലിമെൻ്ററി ആയാലും ഇംപ്രൂവ്മെൻ്റ് ആയാലും SDE ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ ആയാലും അതെല്ലാ റിസൾട്ടുകളും സർവകലാശാല ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഏകദേശം എല്ലാ റിസൾട്ടുകളും ഇതോടുകൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് റിസൾട്ടുകൾ വരാൻ ബാക്കിയുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് ഇന്നോ നാളെയോ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാം. മാക്സിമം ഇന്ന് തന്നെ വരാനാണ് സാധ്യത. കാരണം ഇന്നലെ കുറേ റിസൾട്ടുകൾ വന്നു. BA, BCom, BBA, പിന്നെ SDEയുടെ വിദ്യാർത്ഥികളുടെ BA, BSc മാത്തമാറ്റിക്സ്, BA അഫ്സലുലുമ എന്നിങ്ങനെയുള്ള പോലെയുള്ള കുറച്ച് റിസൾട്ടുകളൊക്കെ വന്നു. ഒരുപാട് റിസൾട്ടുകൾ ഇന്നലെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ബാക്കിയുള്ള റിസൾട്ടുകൾ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി. ഇപ്പോൾ നിലവിൽ ഈ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സർവകലാശാല വെബ്സൈറ്റിൽ വന്നിട്ടില്ല. എന്നാൽ വിത്തിൻ 2-3 ദിവസത്തിനകം സർവകലാശാല വെബ്സൈറ്റിൽ ഈ റീവാലുവേഷൻ്റെയും ഫോട്ടോ കോപ്പിയുടെയും സ്ക്രൂട്ടണിയുടെയും ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അതിന് കാരണമായിട്ട് നമ്മൾ പറഞ്ഞത് FIUGPയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ 30-ാം തീയതിയാണ്. 2024 ഡിസംബർ 30-നാണ്. എന്നാൽ ഫോട്ടോ കോപ്പിക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 8-ാം തീയതി മാത്രമാണ്. നാളെ ആരംഭിക്കുകയുള്ളൂ. റീവാലുവേഷൻ, സ്ക്രൂട്ടണിക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഈ മാസം 21-ാം തീയതിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ട് ഏതാണ്ട് 20 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് റീവാലുവേഷനുള്ള ആപ്ലിക്കേഷൻ വരെ സർവകലാശാല ഇൻവൈറ്റ് ചെയ്യുന്നത്. മറ്റ് യൂണിവേഴ്സിറ്റികളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ സർവകലാശാല കുറച്ച് വൈകുകയാണ് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ റിസൾട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിനെയും കേരള യൂണിവേഴ്സിറ്റിനെയും MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിനെയൊക്കെ എടുത്തു കഴിയുമ്പം നമുക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിത്തിൻ 2 ഡേയ്സിനകം അല്ലെങ്കിൽ വിത്തിൻ 2 ഡേയ്സിനകം റീവാലുവേഷൻ്റെ ഓപ്ഷൻ വിളിക്കും. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 20 ദിവസമാണ് FIUGPയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് ഡിലേ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കാണാം. അതൊരു ഉദാഹരണമായിട്ട് 30-ന് റിസൾട്ട് വന്നു. എന്നാൽ റീവാലുവേഷൻ്റെ ആരംഭിക്കുന്നത് 20-ാം തീയതി മാത്രമാണ്. 20 ദിവസത്തെ ഡിലേ ആണ് ഏതാണ്ട് വരുന്നത്. പക്ഷേ മറ്റ് സർവകലാശാലകൾ ഇത്ര വൈകിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വിത്തിൻ 2 or 3 ഡേയ്സിനകം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് റീവാലുവേഷൻ? ഇതുവരെ ഒരുപാട് വിദ്യാർത്ഥികൾ റീവാലുവേഷൻ കൊടുക്കാത്തവരുണ്ട്. എന്നോട് ഒരു വിദ്യാർത്ഥി ഇന്നലെ ഇൻഡിവിജ്വലായിട്ട് കമൻറ്റ് ചെയ്തതാണ്. 5 വിഷയമാണുള്ളത്. 4 വിഷയത്തിന് ജയിച്ചു, 5-ാമത്തെ വിഷയത്തിന് 1 മാർക്കിനാണ് പോയത്. ആ വിദ്യാർത്ഥിക്ക് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയാനുള്ള പ്രശ്നം എന്ന് പറയുന്നത് അടുത്ത വർഷം വരെ കാത്തിരിക്കണം. അപ്പോൾ ആ റീവാലുവേഷൻ ഒരു ഓപ്ഷൻ അല്ലേ എന്ന് ആ വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു. അപ്പോൾ ഈ റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? എന്താണ് ഈ റീവാലുവേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. ഈ റീവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ ആദ്യം ഒരു അധ്യാപകൻ നോക്കിയിട്ട് ഒരു നിശ്ചിത മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയാണല്ലോ നിങ്ങൾ ആ വിഷയത്തിന് ഫെയിലായിപ്പോയത്. അപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ മറ്റൊരു അധ്യാപകൻ വന്ന് നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി എന്ത് ചെയ്യും? പരിശോധിക്കും. ഇതിന് സൂക്ഷ്മ പരിശോധന എന്നാണ് പറയുന്നത്. അതായത് രണ്ടാമത് ഒന്നും കൂടി എന്ത് ചെയ്യും? പേപ്പർ വാല്യുവേഷൻ ചെയ്യും. അതായത് ഒന്നും കൂടെ പേപ്പർ നോക്കും. അതിനാണ് സൂക്ഷ്മ പരിശോധന, റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തുള്ള ഫോട്ടോ കോപ്പിയാണ്. അതായത് നിങ്ങൾക്കൊരു നിശ്ചിത മാർക്ക് ലഭിച്ചു. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 20 മാർക്കാണ് ലഭിച്ചത്. നിങ്ങളൊരു 30 അല്ലെങ്കിൽ ഒരു 35 മാർക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? 20 മാർക്ക്. വിചാരിച്ച മാർക്കിൽ 10 മാർക്കിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ തോന്നി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എനിക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടേണ്ടതായിരുന്നല്ലോ. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ പേപ്പറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ റീവാലുവേഷനും കൊടുക്കാം, ഫോട്ടോ കോപ്പിയും കൊടുക്കാം.
റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ ഒരു അധ്യാപകൻ വന്ന് വീണ്ടും ഒന്നും കൂടെ നോക്കും, മറ്റൊരു അധ്യാപകൻ വന്ന്. ഫോട്ടോ കോപ്പി ആകുമ്പോൾ നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി എന്ത് ചെയ്യും? നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലേക്ക് അവർ അയച്ചു തരും. നിങ്ങളുടെ കൈകളിലേക്ക് ഒരു ലെറ്റർ ഒരു കവറിനകത്തായിട്ട് നിങ്ങൾക്ക് ഒരു കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി എന്താണ് സ്ക്രൂട്ടണി? സ്ക്രൂട്ടണി കൊണ്ട് വലിയ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊരു പേരിന് വേണ്ടി വെച്ചേക്കുന്നതാണോ എന്ന് വരെ ശരിക്കും പറയാൻ ഡൗട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറഞ്ഞത്, ഇതിലേറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്, ഇതിലൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് റീവാലുവേഷൻ ആൻഡ് ഫോട്ടോ കോപ്പിയാണ്. ഫോട്ടോ കോപ്പിയും അത്ര വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് കോപ്പി കിട്ടുമെന്നല്ലാതെ വേറെ ഗുണമില്ല. ഏറ്റവും ഉചിതമായിട്ടുള്ളത് റീവാലുവേഷനാണ്. സ്ക്രൂട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് അവർ ഒന്നും കൂടി കൂട്ടി നോക്കും. നിങ്ങളുടെ മാർക്ക്, അധ്യാപകൻ കണക്ക് കൂട്ടിയിട്ട മാർക്ക് ഒന്നും കൂടി അവർ കൂട്ടി നോക്കും. അതിന് ഏതാണ്ട് നിങ്ങൾ 100 165 രൂപ മറ്റേ കൊടുക്കുകയും വേണം, ഒന്നും കൂടെ മാർക്ക് കൂട്ടി നോക്കുന്നതിന്. പക്ഷേ ഈ സ്ക്രൂട്ടണി ഒരു അത്ര നല്ല ഓപ്ഷൻ ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികൾ ഓരോരുത്തരും സ്ക്രൂട്ടണി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സ്ക്രൂട്ടണി ഒരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന്. കാരണം നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രൂട്ടണിയിൽ നിങ്ങൾക്ക് മാർക്ക് കൂടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അധ്യാപകൻ ആദ്യം നിങ്ങളുടെ പേപ്പർ നോക്കിയ അധ്യാപകൻ മാർക്ക് കൂട്ടിയപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ, കൂട്ടിയത് തെറ്റിപ്പോയോ, അത്ര മാത്രമാണ് സ്ക്രൂട്ടണിയിൽ നടക്കുക. അല്ലാതെ പുനർമൂല്യനിർണ്ണയം അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും സ്ക്രൂട്ടണിയിൽ അവൈലബിൾ അല്ല. അധ്യാപകൻ ഇട്ട മാർക്ക് ഒന്നും കൂടി കൂട്ടി നോക്കുകയാണ് സ്ക്രൂട്ടണിയുടെ ലക്ഷ്യം. പക്ഷേ ഞാനെപ്പോഴും സ്ക്രൂട്ടണിയെ കുറ്റം പറയുന്നല്ല, സ്ക്രൂട്ടണിയെയും യൂണിവേഴ്സിറ്റീനെയും കുറ്റം പറയുന്നല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രൂട്ടണി കൊടുക്കാം, അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ താല്പര്യമാണ്, നിങ്ങളുടെ വ്യക്തിഗത തീരുമാനമാണ്, അതിനെ ഞാനൊന്നും ഹനിക്കുന്നില്ല. പക്ഷേ ഞാനെപ്പോഴും എൻ്റെ പേഴ്സണൽ അഭിപ്രായം, എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്, ഏറ്റവും ബെറ്ററായ ഓപ്ഷൻ എന്ന് പറയുന്നത് റീവാലുവേഷനാണ്. റീവാലുവേഷൻ്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി വാല്യൂറ്റ് ചെയ്യും. സൂക്ഷ്മ പരിശോധന ഒന്നും കൂടി വേറൊരു അധ്യാപകൻ വന്ന് നിങ്ങളുടെ പേപ്പർ വീണ്ടും വാല്യുവേഷൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ മാത്രം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഓപ്ഷൻ റീവാലുവേഷനാണ്. മറ്റ് 2 ഓപ്ഷനും എനിക്ക് അത്ര കംഫോർട്ടായിട്ട് തോന്നില്ല. കാരണം ഫോട്ടോ കോപ്പി എന്താണ്, എഴുതിയ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ എഴുതിയ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടണം ഏതാണ്ട് 300 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾ കൊടുക്കണം, എന്നാൽ നിങ്ങളുടെ എഴുതിയ പേപ്പർ കിട്ടും. ഇനി അതിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതലുണ്ടെങ്കിലോ അത് വാല്യുവേഷൻ ചെയ്യാൻ നിങ്ങൾ വീണ്ടും പൈസ കൊടുക്കണം. അതിലും ഭേദം ഡയറക്റ്റ് റീവാലുവേഷൻ കൊടുക്കുന്നില്ല, അതാകുമ്പോൾ 500 രൂപയും കണ്ടേ ആവുള്ളൂ. ഇതിപ്പോൾ 300 രൂപ കൊടുത്ത് നിങ്ങൾ ഫോട്ടോ കോപ്പി ഓർഡർ ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ 500 515 രൂപ കൊടുക്കണം. ടോട്ടൽ പറയുകയാണെങ്കിൽ 800 രൂപ. അതേസമയം നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപ 600 രൂപയിൽ കാര്യം ഒതുങ്ങി. പിന്നെ സ്ക്രൂട്ടണി എന്ന് പറയുകയാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അത്ര ബെറ്റർ ഓപ്ഷൻ അല്ല. നിങ്ങളുടെ മാർക്ക് ഒന്നും കൂടെ കൂട്ടി നോക്കും, മാത്രമേ ഉള്ളൂ. മാർക്ക് കൂട്ടി നോക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ റീവാലുവേഷൻ ആണ് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഓപ്ഷൻ. നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി ഒരു അധ്യാപകൻ വന്ന് വാല്യുവേഷൻ നടത്തും. ഒന്നും കൂടി വാല്യുവേഷൻ നടത്തും. അതിലാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായും നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ ശ്രമിക്കുന്നു. റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിക്കുള്ള ആപ്ലിക്കേഷൻ ഇതുവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രേ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.